ചിലപ്പോൾ പാട്ടിലൂടെ ഒക്കെ കർത്താവ് സംസാരിക്കുമെന്ന്. ഹല്ലേലൂയ. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെ ആരാധനയിൽ പാരിൽ പാർക്കും അൽപായുസിൽ എന്ന് പറയുന്ന പാട്ട് ഞങ്ങൾ പാടി. എന്നിട്ട് അത് വെട്ടി ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടായിരുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ പാട്ട് കണ്ടു. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ കമൻറ്റ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരാൾ എഴുതിയിരിക്കുക, ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്നതാ, ഈ പാട്ടെൻ്റെ ജീവിതത്തെ തിരിച്ചു. ഞാൻ പറയുന്നത് പ്രസംഗങ്ങൾ മാത്രമല്ല പ്രിയരെ ആത്മാക്കളെ രക്ഷിക്കുന്നത്. പ്രസംഗം മാത്രമല്ല, ചിലപ്പോൾ പാട്ടുകൾക്കൊക്കെ അസാധാരണ കരുത്തുണ്ട്. ഈ ലോഡിംഗ് പാപ്പച്ചായൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ നിങ്ങൾക്കറിയാലോ, അദ്ദേഹം രക്ഷിക്കപ്പെട്ടതൊരു പാട്ട് കേട്ട പറഞ്ഞോട്ടുള്ളൂ. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതൊരു പാട്ട് കേട്ട അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. വെളുപ്പിനെ 5 മണിക്ക് സൂയിസൈഡ് ചെയ്യാനായിട്ട് പോയി. സൂയിസൈഡ് ചെയ്യാനായിട്ട് കയറും ഒക്കെ ആയിട്ട് മാവിൻ്റെ ചുവട്ടിലോട്ട് പോകുമ്പോൾ അക്കാലം ഈ FM റേഡിയോ DGS ദിനകരൻ്റെ യേശു വിളിക്കുന്നു പ്രോഗ്രാമിൻ്റെ ഓപ്പണിംഗ് സോങ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ ആ പ്രോഗ്രാം? ഉണ്ട്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് സോങ് ഉണ്ട്, ഗംഭീരമായ ഒരു പാട്ട്. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും, കാർമേഘം പോൽ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ചുരുട്ടിപ്പിടിച്ച കയറി മനുഷ്യന്റെ കയ്യിൽ നിന്ന് തറയിൽ പോയി. ആ കപ്പക്കാലയിൽ മുട്ടുകുത്തി ആ കൊച്ചു വെളുപ്പിനെ ഈ കർത്തൃദാസൻ മാനസാന്തരപ്പെട്ടു. കഴിഞ്ഞ ദീർഘ പതിറ്റാണ്ടുകളായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവമനുഷ്യൻ നിൽക്കുക. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രസംഗം മാത്രമല്ല ഒരുത്തനെ മടക്കിയെടുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന മാധ്യമം. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കൊക്കെ ക്രൈസിസ് ഉള്ളതുപോലെ എനിക്കും ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. മിനിസ്ട്രിയിൽ അങ്ങനെ പല ടൈപ്പ് പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഞാനങ്ങനെ പാടുന്ന പാട്ടൊന്നും അല്ലേലും ഞാൻ പോലും അറിയാതെ എൻ്റെ ചില പ്രശ്നങ്ങളിൽ എൻ്റെ അധരത്തിൽ വരുന്ന പാട്ടുണ്ട്. മോനെ നീ വായിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ മിഠായി മേടിച്ചു തരാം. സത്യമായിട്ടും മിഠായി മേടിച്ചു തരാം കേട്ടോ. വഴി തുറന്നീടും ദൈവം, വഴി തുറന്നീടും വൻദുഃഖത്തിൽ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴിയടയുമ്പോ ദൈവകരം പ്രവർത്തിക്കും, നൽകിടും യേശു ആശ്വാസം വൻകരത്തിനാ ദൈവ ശക്തിയാ. ഞാൻ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളിൽ ഇത് ഞാൻ നിരന്തരം പാടുന്ന പാട്ടൊന്നുമല്ല, ഞാൻ അറിയാതെ എൻ്റെ വായിലൂടെ ഈ പാട്ട് ഇങ്ങനെ വരും. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില പാട്ടുകൾ കാണും. ചില സങ്കട നേരങ്ങളിൽ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ കയറി വരും. ഇത് കയറി വരുമ്പോ നമുക്കറിയാം ദൈവം നമ്മളെ തൊടുകയാ. ഒരാമേ പറഞ്ഞാണ്. അപ്പൊ ദൈവം ഒരുവനെ അങ്ങ് തള്ളുകയല്ല, ദൈവം ഒരു മനുഷ്യനെ മടക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഹല്ലേലൂയ. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ദൂരസ്ഥന്മാരായിരുന്നു. ഇപ്പോ ക്രിസ്തുവേശുവിൽ
ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. എങ്ങനെ? ക്രിസ്തുയേശുവിൽ. എല്ലാവരും കൂടെ പറഞ്ഞേ, എങ്ങനെ? ക്രിസ്തുയേശുവിൽ. ഒന്നിച്ചൊന്ന് പറഞ്ഞേ, ക്രിസ്തുയേശുവിൽ. പറഞ്ഞോ. ഇൻ ക്രൈസ്റ്റ്.